നമസ്കാരം. പിണറായി വിജയൻ ചിരഞ്ജീവിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഭരണം ഒരിക്കലും അവസാനിക്കില്ല എന്നും കരുതി ഒരുപാട് പേരുണ്ട്. അവർ തോന്നിയതുപോലെയാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചത്. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് മുതിർന്ന IAS-കാരും IPS-കാരും പിണറായിക്ക് വേണ്ടി അതിരുവിട്ട് നിയമം ലംഘിച്ച് സ്തുതി പാടിയത് ചിരഞ്ജീവിയായി പിണറായി സംരക്ഷിക്കുമെന്ന് കരുതിയാണ്. അവരെല്ലാം അഴിമതിയുടെ കൂട്ടുകൃഷിക്കാരായിരുന്നു. പക്ഷേ ജനം അപ്രതീക്ഷിതമായി പിണറായിയെ പടിയടച്ച് പിണ്ടം വെച്ചു. മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറക്കിവിട്ട പിണറായിക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളില്ലാതെ സുരക്ഷയില്ലാതെ ജീവിക്കാൻ പേടിയായതിനാൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് പിണറായിയല്ല, പിണറായിയുടെ ക്രോണികളാണ്. പിണറായി തങ്ങളെ സംരക്ഷിച്ചോളുമെന്ന് കരുതി പൊതുമുതൽ കട്ടുതിന്നിരുന്ന ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്നു കിഫ്ബി എന്ന തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിലൂടെ കോടികൾ തിരിമറികൾ നടത്തി രാജാവിനെ പോലെ വാണ ഡോക്ടർ KM എബ്രഹാം. പണ്ടേ റിട്ടയർ ചെയ്ത KM എബ്രഹാം പിണറായിയുടെ തണലിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടിയ ശമ്പളത്തിൽ അധികാര കേന്ദ്രമായി വാണു. പിണറായി തോറ്റു എന്ന് ഉറപ്പായതിന് തൊട്ടു പിന്നാലെ KM എബ്രഹാം രാജിവെച്ചോടി. എന്നിട്ട് തൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ പുതിയ ചീഫ് സെക്രട്ടറിയെ നിയോഗിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് KM എബ്രഹാം. സഞ്ജയ് കൗശിക് എന്നു പേരുള്ള 10-20 വർഷമായി സ്ഥലത്തില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇറക്കിയിട്ടുണ്ട്. കേരള കേഡറിലെ ഉദ്യോഗസ്ഥനാണ്. ഡെപ്യൂട്ടേഷനിൽ പോയതാണ്. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചുപോയില്ല. അബ്സ്കോണ്ടിങ് എന്ന കാറ്റഗറിയിൽപ്പെട്ട് കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി യൂബർ പിടിച്ച് നേതാക്കന്മാരുടെ കാല് പിടിക്കുന്നത് അടുത്ത ചീഫ് സെക്രട്ടറി ആവാൻ. സഞ്ജയ് കൗശിക്കിനെ ആ പണിയിലേക്ക് ഇറക്കി വിടുന്നത് ഡോക്ടർ KM എബ്രഹാമാണ്. എങ്കിൽ മാത്രമേ KM എബ്രഹാമിന് സെക്രട്ടേറിയറ്റ് ഫയലുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയൂ. ഇതിനിടയിൽ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഈ ഉത്തരവ് കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇനിയും 1.5 മാസം കൂടി കഴിഞ്ഞ് റിട്ടയർ ചെയ്യേണ്ട ഒരു IAS ഉദ്യോഗസ്ഥൻ, അയാളുടെ റിട്ടയർമെൻറ്റ് ഉത്തരവും ആനുകൂല്യങ്ങളും ഏതാണ്ട് 3 മാസം മുമ്പ് തയ്യാറാക്കിയിരിക്കുന്നു വിചിത്രമായ ഉത്തരവ്. ആ ഉദ്യോഗസ്ഥൻ മറ്റാരുമല്ല, പിണറായിയുടെ വലതുവശത്തെ കള്ളനാണ്. കഴിഞ്ഞ 1 വർഷമായി ചീഫ് സെക്രട്ടറി റാങ്കിലിരുന്നു കൊണ്ട് പിണറായിയുടെ അവസാനത്തെ കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്. മുട്ടിൽ മരമുറി കേസിൽ ട്രീ കട്ടർ മുതലാളിമാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ ഉത്തരവിറക്കി കൊടുത്ത് കുപ്രസിദ്ധി നേടിയ ആളാണ് ഡോക്ടർ ജയതിലക്. സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നപ്പോൾ തൻ്റെ ഉറ്റ പങ്കാളിക്ക് വേണ്ടി ഒരു താൽക്കാലിക ട്രാവൽ കമ്പനി ഉണ്ടാക്കി. ആ ട്രാവൽ കമ്പനിയിലൂടെ കോടികളുടെ ഇടപാട് നടത്തി CBI അന്വേഷണം നേരിട്ടയാളാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധമുള്ളതുകൊണ്ട് അതൊരിടത്തും എത്തിയില്ലെന്ന് മാത്രം. നമ്മുടെ തൊട്ട അയൽപക്കത്തെ ഒരു കപ്പൽ മറിഞ്ഞപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായപ്പോൾ അതിന് കോടികൾ നഷ്ടപരിഹാരത്തിന് നമുക്ക് അർഹതയുണ്ടായിട്ടും അവർക്കെതിരെ കേസെടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ നാടിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം. അതിന് പിന്നിൽ വിജിലൻസ് പരാതിയുണ്ട്. എന്ത് ഡീലാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ പേരിലും പരാതിയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സ്വത്ത് ഉണ്ട് എന്നതിന് തെളിവുകൾ സഹിതം പരാതിയുണ്ട്. ഈ പരാതികളൊന്നും ഒരിടത്തും എത്തിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ബോസ് പിണറായി വിജയനാണ്. ഇവരെല്ലാം കൊള്ള സങ്കേതത്തിലെ പങ്കാളികളാണ്. ഈ ജൂലൈയിൽ റിട്ടയർ ചെയ്യുമ്പോൾ കൊള്ള തുടരാൻ പറ്റുന്ന ഒരു തസ്തികയിലേക്ക് നിയോഗിച്ചേക്കും എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു ഡോക്ടർ ജയതിലക്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അപ്രതീക്ഷിതമായ ജനവിധി ഈ കൊള്ള സംഘത്തിൻ്റെ തലവനെതിരായി പോയി. തലവന് പുറത്തു പോയാൽ പണി പാളുമെന്നും അന്വേഷണം വന്നാൽ പെൻഷൻ പോലും കിട്ടില്ലെന്നും ഡോക്ടർ ജയതിലക് തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വിചിത്രമായ ഈ ഉത്തരവിനെ കാണാൻ. റിട്ടയർ ചെയ്യാൻ 3 മാസം കൂടി ബാക്കിയുള്ളപ്പോൾ തന്നെ ജയതിലകിന് എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് രംഗത്തിറങ്ങിയിരിക്കുന്നു. പുതിയ സർക്കാർ വരാൻ കാത്തിരിക്കാതെ ഇറങ്ങിപ്പോകുന്ന സർക്കാരിനെ കൊണ്ട് ബാക്ക് ഡേറ്റ് വെച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഡോക്ടർ ജയതിലക് എന്ന ചീഫ് സെക്രട്ടറി. സാധാരണഗതിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെൻഷൻ പറ്റിപ്പോയാൽ അവസാനത്തെ ആഴ്ചയായിരിക്കും അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ പിന്നെയും സമയമെടുക്കും. പലർക്കും മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് മേൽ അന്വേഷണം പ്രഖ്യാപിച്ച് അവരുടെ പെൻഷൻ തടയും. ജേക്കബ് തോമസ് എന്ന IPS-കാരൻ പെൻഷൻ പറ്റിയിട്ട് വർഷങ്ങളേറെയായി. പിണറായിക്ക് പകയുള്ളത് കൊണ്ട് മാത്രം ഇതുവരെ അയാളുടെ പെൻഷൻ കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് ഡോക്ടർ ജയതിലക് റിട്ടയർ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് പെൻഷൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു: അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ നോക്കണം, ജൂൺ 30-നാണ് റിട്ടയർ ചെയ്യുന്നത്. എല്ലാം പരിശോധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്വാളിഫയിങ് സർവീസ് 33 വർഷത്തെ സർവീസ്, ആവറേജ് എമ്യൂൾമെൻറ്റ്സ് 2,20,000, അതായത് ശമ്പളം കിട്ടുന്ന ശരാശരി 2,20,000, അവസാനം കിട്ടുന്ന 2,20,000, പെൻഷൻ
1,12,500. DCRJ 25 ലക്ഷം, അതായത് ഇപ്പോൾ കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ്, അതായത് ഗ്രാറ്റുവിറ്റിയാണ് 25 ലക്ഷം. ഫാമിലി പെൻഷൻ 1,12,500. ഇദ്ദേഹം മരിച്ചുപോയാൽ കുടുംബത്തിന് കിട്ടുന്ന പെൻഷനാണ് ഫാമിലി പെൻഷൻ, അത് മുഴുവൻ പെൻഷനും കിട്ടുമെന്നാണ്. എമൗണ്ട് പെൻഷൻ കമ്മ്യൂട്ടഡ് 45 ലക്ഷം രൂപ ഇപ്പോൾ മറ്റ് ആനുകൂല്യം കമ്മ്യൂട്ട്മെൻറ്റായി കൊടുക്കണം. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ 44,24,760 രൂപ. റെഡ്യൂസ്ഡ് പെൻഷൻ 67,500. ഇങ്ങനെ കുറേ കഥകൾ പറയുന്നു. ആസ് പെർ ദി റിമാർക്സ് ബൈ ദി റിസീവിംഗ് അതോറിറ്റി, നോ ഡിപ്പാർട്ട്മെന്റൽ ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ്, ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ്, ക്രിമിനൽ കേസസ്, വിജിലൻസ് എൻക്വയറി ഈസ് പെൻഡിംഗ് against Dr. Jayatilik IS, Chief Secretary, who is due to retire from service on superannuation on 30/06/2026. എന്നിട്ട് അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. 25 ലക്ഷം ഗ്രാറ്റുവിറ്റി കൊടുക്കണം. 44 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കണം. 1,12,500 രൂപ വെച്ച് അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം. ഇതെല്ലാം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇത് IAS-കാർക്ക് അർഹതയുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് 28/04/2026 അതായത് ഏപ്രിൽ മാസം 28-ാം തീയതി എങ്ങനെയാണ് ഈ ഉത്തരവിറങ്ങുന്നത്? ജൂലൈയിൽ റിട്ടയർ ചെയ്തു പോകേണ്ട ഒരാളുടെ പെൻഷൻ ഉത്തരവ് എങ്ങനെയാണ് ഏപ്രിൽ ഇറങ്ങുന്നത്? ഒരു സംശയവും വേണ്ട. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അദ്ദേഹം നടത്തിയ അഴിമതികളെക്കുറിച്ച്, പിണറായി നടത്തിയ കൊള്ളയ്ക്ക് നിയമവിരുദ്ധമായി കൂട്ടുനിന്നതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. ഇദ്ദേഹം ഓഫീസിൽ 4-5 ദിവസം മാത്രമേ വരാറുള്ളൂ. ബാക്കിയൊക്കെ ദിവസം അതർ ഡ്യൂട്ടി എന്ന് പേരെഴുതി വെച്ചിട്ട് വരാതിരിക്കുന്ന പരാതിയുണ്ട്. ഒരിക്കൽ പോലും ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയിട്ടില്ലാത്ത, എല്ലാ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിന്നിട്ടുള്ള, നിരവധി അഴിമതി ആരോപണങ്ങളിൽ പ്രതിയായ ഒരു ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, താഴത്തെ തട്ടിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇറങ്ങിപ്പോകുന്നതിന് 2-3 മാസം മുമ്പ് തൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ എല്ലാം ശരിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സൂത്രവിധിയാണത്. പക്ഷേ ഇതിപ്പോൾ പുറത്തായി, ലോകമറിഞ്ഞു. അങ്ങനെ അങ്ങ് തടി തപ്പാൻ പറ്റില്ല. ഇനിയും സർവീസിൽ 1.5 മാസം കൂടിയുണ്ട്. പുതിയ മുഖ്യമന്ത്രിയായി സതീശൻ ചുമതലയേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് റദ്ദാക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കേരള തീരത്ത് കപ്പൽ മറിഞ്ഞിട്ടും നഷ്ടപരിഹാരത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കാനോ അവർക്കെതിരെ FIR ഇടാനോ മടിച്ചത് എന്ന് ആദ്യം കണ്ടെത്തണം. നിരവധി ആരോപണങ്ങൾ നിലവിലുള്ളപ്പോൾ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ തടി തപ്പാൻ വേണ്ടി ഇദ്ദേഹത്തെ അനുവദിക്കരുത്. എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം പ്രഖ്യാപിക്കണം. അന്വേഷണം പ്രഖ്യാപിച്ച് നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാവൂ. അതുകൊണ്ട് തന്നെ തലയിൽ പപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നേരത്തെ ചാടിയിറങ്ങി നടത്തിയിരിക്കുന്ന ഈ ഇടപാട് അവസാനിപ്പിക്കണം. ഈ ഉത്തരവ് ഉടനടി റദ്ദ് ചെയ്യണം. പിണറായിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും അവസാന വർഷം കൂട്ടുനിന്ന് ജയതിലകിനെ അങ്ങനെ അങ്ങ് പൊടിയും തട്ടിപ്പോകാൻ അനുവദിക്കരുത്. അന്വേഷണം നടത്തിയേ മതിയാവൂ. സർക്കാരിന് അധികാരമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി ഇയാൾ മോഷ്ടിച്ചെടുക്കുകയോ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയോ ചെയ്ത പണമെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ അനുവദിക്കാവൂ.